നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത്തരം ഇഷ്ടങ്ങൾ നിങ്ങളായിട്ട് കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാര് ക്യൂ നിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര അച്ചടക്കത്തിൽ ചിട്ടയിൽ വളർത്തിയ പിള്ളേര് 10-18 വർഷമാകുമ്പോൾ നമ്മുടെ തണലിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോ അവർക്ക് ഫ്രീഡം കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരെല്ലാത്തിന്റെയും പുറകെ പോകും. അങ്ങനെ പോയതിന്റെ ഉത്തരവാദികൾ ആ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അതുങ്ങളെ സ്നേഹം അനുഭവിക്കാൻ അവസരം കൊടുക്കാതെ വളർത്തിയ അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റട്ടെ. ലെറ്റ് ദം ഫീൽ യുവർ ലവ്. ക്വാളിറ്റി ടൈം എല്ലാ ദിവസവും. ഉത്തരം പറഞ്ഞേ, എല്ലാ ദിവസവും അരമണിക്കൂർ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് വെറുതെ വർത്തമാനം പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്? സത്യം പറയാവുള്ള പള്ളിയകമാണ്, കള്ളം പറഞ്ഞ് ഇടുത്തി വീഴും. അതുകൊണ്ട് കള്ളം ഒന്നും പറയണ്ട, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അപ്പനും അമ്മയും മക്കളും കൂടെ അടുത്തോട്ടിരുന്നിട്ട് വെറുതെ വിശേഷമൊക്കെ പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്? എന്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയുണ്ട്. അതൊക്കെ ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. കുരിശുവരയ്ക്ക് മുമ്പായിരുന്നു. എന്ന് വെച്ചാൽ ആ കുരിശുവര പായ അങ്ങോട്ട് വിരിക്കും. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞൊരു കുരിശുവര പായുണ്ട്. ആ പായ്ക്ക്, ഞങ്ങളുടെ വീട്ടിലെ കുരിശുവര പായ്ക്ക് 36 വർഷത്തെ പഴക്കമുണ്ട് ആ പായ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്നത്. എന്നെ പെറ്റിട്ട കാലത്ത് വാങ്ങിച്ചതാ. എനിക്ക് 36 വയസ്സാണ് അന്ന് വാങ്ങിച്ചത്. അന്ന് നീ മെഡിക്കൽ കോളേജിൽ ചെത്തിപ്പുഴ എങ്ങാണ്ട് വന്ന വഴിക്ക് മേടിച്ചോട്ട് വന്നാന്നാ പറയുന്നത്. ആ പായാണ് ഇപ്പോഴും ഞങ്ങളുടെ കുരിശുവര പായ്. ആ പായ അങ്ങോട്ട് വിരിച്ചിട്ട് അതിലോട്ട് ഇരിക്കും. കുരിശു വരയ്ക്കാം. ആ ഇരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് കുരിശുവര അല്പം നീട്ടി പോട്ടെ, നീട്ടി വെക്കാന്ന് വിചാരിച്ചിട്ട് വർത്തമാനം തുടങ്ങും. എന്നിട്ട് എല്ലാം കൊണ്ട് വിശേഷം അങ്ങനെ തുടങ്ങും. അപ്പോൾ ഒരു അരമണിക്കൂർ വർത്തമാനം. പിന്നെ അപ്പന്റെ വിശേഷം, അമ്മയുടെ വിശേഷം, ഞാൻ എന്റെ സ്കൂളിലെ വാർത്തകൾ, പെങ്ങളുടെ സ്കൂളിലെ വാർത്തകൾ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഗുണം അറിയാവോ? ഇതെല്ലാം കേട്ട് കഴിയുമ്പോ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ എന്ന് വരച്ച് കുരിശുവരെ അങ്ങോട്ട് ആരംഭിക്കുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ കിട്ടി. എന്താ കാര്യം? എന്റെ അപ്പന്റെ സങ്കടങ്ങൾ എന്റെ പ്രാർത്ഥനയായി, എന്റെ അമ്മയുടെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ എന്റെ പ്രാർത്ഥനയായി, എന്റെ പെങ്ങളുടെ നാളത്തെ ടെസ്റ്റ് പേപ്പർ എന്റെ പ്രാർത്ഥനയുടെ വിഷയമായി. കുടുംബം ഒരുമിക്കുക, കുടുംബത്തിൽ ബോണ്ട് രൂപപ്പെടുക. അതുകൊണ്ട് പരസ്പരം സംസാരിക്കണം. പ്രിയമുള്ളവർ, 10-17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചല്ലേ, അതങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിനുണ്ടായ മുറിവുകൾ, ഇതിന്റെ സങ്കടങ്ങൾ, ഇത് കടന്നുപോയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, അനുഭവങ്ങൾ, ഇതെല്ലാം എന്റെ മുമ്പിൽ ഇരുന്ന് അങ്ങോട്ട് തുറന്നിട്ട് ഈ കൊച്ചിരുന്ന് കരയാൻ തുടങ്ങി. എന്റെ മുമ്പിൽ ഇരുന്ന് ഈ കൊച്ചു കരച്ചിലാമേ, ഏങ്ങലടിച്ചൊക്കെ കരയ്യ വലിയ വായിലെ. ഇതിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനും കരയാൻ തുടങ്ങി. കൊച്ചും കരച്ചില്, ഞാനും കരച്ചില്. കൗൺസിലിംഗ് ആണെന്നാണ് വെപ്പ്. രണ്ടുപേരും കരച്ചില്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെമ്പിള്ളാരെ കരച്ചിലൊരു പ്രത്യേകതയുണ്ട്. അതെനിക്ക് അറിയാൻ വയ്യായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി. എന്താ പ്രത്യേകത എന്നറിയാവോ? കൺമഷി ഇളകുമ്പോ കരച്ചില് നിൽക്കും. കൊച്ചു നോക്കിയപ്പോണ്ടല്ലോ, കണ്ണീരിന്റെ കൂടെ കൺമഷിയും കൂടെ കലങ്ങി ഇങ്ങനെ ഒഴുകി വരുന്നു. കൊച്ചിന് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. കൊച്ചു പെട്ടെന്ന് ടവലെടുത്ത് കവിളൊക്കെ തുടച്ച് 2 ഏങ്ങലൊക്കെ അടിച്ച് കരച്ചിലങ്ങ് സപ്രസ് ചെയ്തു. കൊച്ചു ഡീസന്റ് ആയി, കൊച്ചു ക്ലീൻ ആയി. എനിക്ക് ഒഴുകിപ്പോകാൻ കൺമഷിയില്ലല്ലോ. അപ്പൊ എന്റെ കരച്ചില് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത രംഗമാണ് ദയനീയം. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കൊച്ച് അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് എന്റെ തോളെ തട്ടി പറയുകയാണ്, പോട്ട ബ്രദറെ, സാരമില്ല, എല്ലാം ശരിയാകും, ബ്രദർ സങ്കടപ്പെടണ്ടെന്ന്. ഇത് കേട്ട പാടെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഒരു ഓട്ടോ ആയിരുന്നു. നമ്മൾ കുട്ടനാട്ടിലൊക്കെ ഒരു കോഴിക്കറി വെച്ച കാലാരാ കൊണ്ടുപോകുന്നേ? അത് ഓർത്താ മതി. ഒരു കോഴിക്കറി വെച്ചാൽ അമ്മ ആർക്കാ കാല് വിളമ്പി കൊടുക്കുന്നേ? 2 കാല് 2 പിള്ളേരുടെ വായിലിരിക്കും. 2 കാല് 2 പിള്ളേരുടെ വായിലിരിക്കും. ആ മനുഷ്യന്റെ വായി പെടലിയേ ഉള്ളൂ. ആ മനുഷ്യന്റെ വായിലാ ഇത്തിരി പോകുന്ന. അതിനകത്ത് തന്നെ ഇറച്ചി കിട്ടാനാ. പുള്ളി അതും വെച്ചുകൊണ്ട് കടിച്ചോണ്ടിരിക്കുക. നമുക്ക് കഷ്ടം തോന്നും ആ മനുഷ്യൻ ഇരിപ്പ് കാണുമ്പോ. അല്ലെ? ശരിക്കും പിള്ളേര് വളർത്തുന്ന മുഴുവൻ പിള്ളേരെയാണ്. ഒരു അപ്പനും അമ്മ പഠിപ്പിക്കേണ്ടത്, അമ്മ കുടുംബത്തിൽ പഠിപ്പിക്കേണ്ടത്, മക്കളെ ഈ കുടുംബത്തിന്റെ നാഥൻ ആരാണ്? അപ്പനാണ് പ്രധാനപ്പെട്ട ആൾ. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചേക്കരുത് മക്കളെ കൂടുതൽ സ്നേഹിച്ച് മക്കളുടെ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എങ്ങനെയാ മക്കളെ പഠിപ്പിക്കണം എന്നറിയാമോ? മക്കൾക്ക് ഈ വിചാരം പറഞ്ഞു കൊടുക്കണം. ഏത് വിചാരം? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൊല്ലങ്ങടിക്കാരെ കൂടെ നല്ല മറുപടിയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. കാര്യമായിട്ടൊക്കെ പറയാം അല്ലെ? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ ശരിയായി. എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. കൊല്ലങ്ങടി പള്ളിയിലോട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തിരുനാളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 2ാമത്തെയോ 3ാമത്തെയോ പ്രാവശ്യമാണ് വരുന്നത്. നമ്മുടെ കുട്ടനാടിന്റെ തന്നെ
വിശ്വാസത്തിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ചമ്പക്കുളം പ്രദേശത്തിന്റെ തന്നെ ഹൃദയഭാഗത്ത് ഒരുപാട് ദൈവവിളികളാൽ സമ്പുഷ്ടമായ ഈ ഇടവക, വിശ്വാസത്തിന്റെ വലിയ നിറവ് അനുഭവിക്കുന്ന ഇടവക തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഹൃദയപൂർവമായ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരട്ടെ. പിന്നെ അതിനെ കൂടുതൽ സ്പെഷ്യലാക്കുന്നത് ചൂരവടി കുടുംബാംഗങ്ങൾ ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതും ഹൃദയം കൊണ്ട് ഈ തിരുനാളിനോട് ചേർത്ത് വെക്കുവാൻ കാരണമാകുന്നുണ്ട്. ചൂരവടിയിലെ അച്ഛന്മാരുമൊക്കെ ആയിട്ട് ബഹുമാനപ്പെട്ട ചൂരവടിയിലെ വലിയച്ഛൻ പുളിങ്കുന്നിൽ എൻ്റെ വികാരി അച്ഛനായിരുന്നു. അച്ഛൻ്റെ കീഴിലാണ് ഒരു വർഷം പുളിങ്കുന്ന് വലിയ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തത്. മോബൻ, ഞങ്ങൾ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ എന്നൊക്കെയാണ് ഇവരെ മൂന്നുപേരെയും വിളിക്കുന്നത്. അപ്പോൾ സീനിയർ അച്ഛനുമായിട്ട് അങ്ങനെ മോബനച്ഛനുമായിട്ട് തീർച്ചയായിട്ടും മോബനച്ഛൻ്റെ ആ വ്യക്തി പ്രാഭവത്തിൻ്റെ ഒരു ഫാനാണ് ഞാനും. അപ്പോൾ മോബനച്ഛനോട് അങ്ങനെ ഒരു ആരാധന കലർന്ന ബഹുമാനമുണ്ട്. ഷിബിനച്ഛനോട്, പിന്നെ ഷിബിനച്ഛൻ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒരേ കാലത്ത് സെമിനാരിയിലൊക്കെ പഠിച്ചവരാണ്. അങ്ങനെ ഷിബിനച്ഛനുമായിട്ടുള്ള അടുപ്പം. ബഹുമാനപ്പെട്ട ചൂരവടി അച്ഛനെ കേട്ടറിവേ ഉള്ളൂ. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വടക്കേമശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, അല്ലെ, അങ്ങനെ ഒരു റൂട്ടുണ്ട് എന്നറിയാം. അല്ലാതെ ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പം അച്ഛനെ കാണാൻ പറ്റിയ സന്തോഷം. പിന്നെ കെവിനച്ഛന്റെ സാന്നിധ്യം വലുതാണ്. നിങ്ങൾ കെവിനച്ഛനെ അറിയാമെന്ന് വിചാരിക്കുന്നു. അമേരിക്കയിലെ നമ്മുടെ ചിക്കാഗോ രൂപതയിലെ ആദ്യത്തെ ദൈവവിളിയാണ്, അല്ലെ, രണ്ടാമത്തെ അച്ഛൻ. ആദ്യത്തെ ദൈവവിളിയും രണ്ടാമത്തെ അച്ഛനുമാണ്. ഇവിടെയൊക്കെ നമുക്ക് പുല്ലങ്കടിയിലൊക്കെ ഒരു ദൈവവിളി ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതിന്റെ എത്ര മടങ്ങായിരിക്കും. അമേരിക്കയിൽ നിന്ന് സീറോ മലബാർ സഭയ്ക്ക് ആദ്യമായിട്ടുണ്ടായ ദൈവവിളിയാണ് ഈ ഇരിക്കുന്നത് കെവിനച്ഛൻ. അപ്പോൾ നിസാര എല്ലാ സൗകര്യങ്ങളുടെയും നടുക്കൊക്കെ ജീവിച്ച ഒരാള് ദൈവവിളി ആഗ്രഹിച്ച് അദ്ദേഹം ഇപ്പോൾ വൈദികനായിട്ട് ഇപ്പോൾ വടമാതൂര് ക്യാനനിലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അങ്ങനെ എന്തുകൊണ്ടും വളരെ, പിന്നെ വികാരിയച്ഛന്റെ എല്ലാ നേതൃത്വവും കൂടെ ഈ ഇടവക സമീപകാലത്ത് ഒരു പട്ടമൊക്കെ നടത്തി സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് രണ്ട് വാക്കൊക്കെ പറയുമ്പോൾ എനിക്കും സന്തോഷമാണ്. തിരുക്കുടുംബത്തെക്കുറിച്ച് എന്നോട് ഇങ്ങോട്ട് കയറിയ വഴിക്ക് ഷിബിനച്ഛൻ കയ്യെ പിടിച്ചിട്ട് പറയുകയാണ്, 100 വർഷത്തെ പാരമ്പര്യമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങൾ നിസ്സാരക്കാരല്ല. ആദ്യമേ ഒരു ചെറിയ ചാപ്പലായിട്ടൊക്കെ തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി, അതിനുശേഷം ദേവാലയമായിട്ട് വളർന്നു. അങ്ങനെ ഒരു പാരമ്പര്യവും അതിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠതയും ഒക്കെ ഉള്ള സമൂഹമാണ്. അപ്പൊ നിങ്ങളോട് ഇനി ഒരു തിരുക്കുടുംബത്തിന്റെ സന്ദേശം വലിയ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുക്കാൻ മാത്രം അറിവായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ വർഷവും തിരുക്കുടുംബത്തെക്കുറിച്ച് കേട്ടും പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ച അച്ഛന്മാരൊക്കെ തിരുക്കുടുംബം തന്നെയല്ലേ ഈ പറഞ്ഞേ, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും തിരുക്കുടുംബം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തിരുക്കുടുംബത്തെയും ത്രിത്വത്തെയും ഒക്കെ അവിടെ മോഡലാക്കി വെച്ചിട്ട്, കുടുംബജീവിതത്തിന്റെ മോഡലായിട്ട് പരിശുദ്ധ ത്രിത്വത്തെയും തിരുക്കുടുംബത്തെയും ഒക്കെ ആദരവോടെ അവിടെ വെച്ചിട്ട് നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി വരാം. നമ്മുടെ കുടുംബജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരാം. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരാം. ചോദ്യം, എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയ ഉടനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു സ്വഭാവം. വലിയൊരു വിസ്ഫോടനത്തിന്റെ പ്രസംഗം ഒന്നും പ്രതീക്ഷിച്ചേക്കരുത്. സാധാരണ തിരുനാൾ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? രണ്ട് കഥനാവടി പൊട്ടുന്നത് പോലെ ടപ്പേ എന്ന് രണ്ട് സ്വരമൊക്കെ പൊട്ടിയാലാണ് തിരുനാൾ പ്രസംഗത്തിന്റെ ഒരു മൂടൊക്കെ നമുക്കാകുന്നത്. അങ്ങനത്തെ ഒരു വിസ്ഫോടനം പ്രതീക്ഷിക്കരുത്. നമുക്ക് സംസാരിച്ചും വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങ് പോകാം. പിന്നെ പ്രത്യേകിച്ച് ഒരു റാസാ കുർബാനയുടെ മധ്യേ ഒരു തിരുനാൾ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ റാസാ കുർബാന തന്നെ ഒരേ സമയം ആരാധനയും പ്രബോധനവുമാണ്. ബഹുമാനപ്പെട്ട ചാക്കപ്പനച്ചൻ ഭക്തിയോടെ അർപ്പിക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധയോടെ നിന്നാൽ മതി. ഇതിനകത്തൊരു പ്രസംഗം അത്ര അത്യാവശ്യമില്ല. പിന്നെ വിളിച്ചത് കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിച്ച് എന്റെ കൂടെ നിൽക്കുക. വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? കത്തോലിക്ക വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശം, വിവാഹത്തിന്റെ പർപ്പസ് എന്താണ്? വിവാഹത്തിന്റെ പർപ്പസ് എന്താണ്? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഉത്തരം പറയുന്നവർക്ക് വികാരിച്ചന്റെ വകയോ ചൂരോടി അച്ഛന്മാരുടെ വകയോ സമ്മാനം ഉണ്ടായിരിക്കും. ആരെങ്കിലും സമ്മാനം തരും. അതുകൊണ്ട് ഉത്തരം പറഞ്ഞു. വിവാഹത്തിന്റെ പർപ്പസ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാരേജ്, ക്രിസ്ത്യൻ മാരേജ്? ക്രിസ്തി വിവാഹത്തിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? ഉദ്ദേശം ഒന്നും അറിയാതാണോ കെട്ടിയിട്ടിരിക്കുന്നത്, കല്യാണം കഴിച്ചിട്ടിരിക്കുന്നത്? എന്താണ് ഉദ്ദേശം? ക്രിസ്തി വിവാഹം സമീപകാലത്ത് കെട്ടിയവര് 2-3 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ച എത്ര പേരുണ്ട്? കൈപൊക്കി. 2-3 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചവര് ഉണ്ടെങ്കിലും ജന്മം ചെയ്താൽ പറയത്തില്ലച്ച എന്ന ഭാവത്തോടെയാണ് ഇരിക്കുന്നത്. വിവാഹത്തിന്റെ ഉദ്ദേശം, കുഞ്ഞുങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ ഇതിനെക്കുറിച്ച്? വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണ്? ചുമ്മാ തള്ളി നോക്കിക്കോ, ശരിയാകുന്നേ ശരിയാകട്ടെ. വിവാഹത്തിന്റെ പർപ്പസ് എന്താണ്? കത്തോലിക്ക വിവാഹത്തിന്റെ ഉദ്ദേശം ആരെങ്കിലും ഒക്കെ പറഞ്ഞോ? നീ ആരാ ഇത് പറയുന്ന? പറഞ്ഞോ അമ്മേ, എന്തായിരുന്നു? സ്നേഹം പകരാനും കൊള്ളാലോ. വാതിൽപ്പടിക്കലൊക്കെ ഇരുന്ന് ജ്ഞാനം പ്രസംഗിക്കുന്ന കണ്ടോ? എന്ത് കറക്റ്റായിട്ടാ പറഞ്ഞെന്നറിയോ? കറക്റ്റാണ്. സൺഡേ സ്കൂൾ അധ്യാപികല്ലോ ആണോ? അതിന്റെ വിവരമാണ് കാണിച്ചത്. നല്ല കാര്യം. കറക്റ്റായിട്ട് പറഞ്ഞു. നമുക്ക് ആ വ്യക്തത വരട്ടെ. വിവാഹത്തിന്റെ ഉദ്ദേശം സ്നേഹം പകരുക, ജീവൻ പകരുക. സ്നേഹം പകരുക, ജീവൻ പകരുക. നമുക്കൊരു വ്യക്തത വേണം. കാരണം കാലം കുറയായിട്ടില്ല ജീവിക്കാൻ തുടങ്ങിയിട്ടേ. 20-30 വാർഷികമൊക്കെ ആഘോഷിച്ചില്ലേ? 50 ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? 50 ആഘോഷിക്കുമ്പോൾ അറിയണ്ട എന്തിനായിരുന്നു കല്യാണം കഴിച്ചതെന്ന്,
എന്തിനായിരുന്നു ഈ ജീവിതത്തിലേക്ക് വന്നതെന്ന്? രണ്ട് ഉദ്ദേശമാണ് ഇതിൻ്റെത്. സ്നേഹം പകരുക, ജീവൻ പകരുക. ലവ് ആൻഡ് ലൈഫ്. സ്നേഹിക്കുക, ജീവൻ കൊടുക്കുക. ആര് തമ്മിൽ സ്നേഹിക്കണം? രണ്ടു പേർ തമ്മിൽ ശുദ്ധമായ സ്നേഹമുണ്ടാകണം. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടാകണം. ആ സ്നേഹത്തിന് തുടർച്ചയായിട്ട് എന്തുണ്ടാകണം? ജീവൻ കൊടുക്കണം. കർത്താവ് തമ്പുരാന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരണം. ഇത് രണ്ടുമാണ് വിവാഹത്തിന്റെ പർപ്പസ്. ഇത് രണ്ടുമാണ് വിവാഹത്തിൽ. ഇത് രണ്ടും ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് സ്വർഗം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് സന്തോഷിക്കുന്നത്. ഇനി വിലയിരുത്തി നോക്കിക്കേ, ഈ രണ്ട് കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഏതൊക്കെ ഫുൾഫിൽഡ് ആയെന്നൊന്ന് വിലയിരുത്തി നോക്കണം. പരസ്പരം സ്നേഹിച്ചോ? പരസ്പരം സ്നേഹിച്ചോ? രണ്ടാമത്തത്, ജീവൻ കൊടുത്തോ? ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് പെറ്റിടുക എന്ന് മാത്രമല്ല അർത്ഥം. കർത്താവ് തന്ന മക്കളെ വിശ്വാസത്തിൽ വളർത്തുക. ഈ രണ്ട് കാര്യങ്ങളിൽ കുടുംബജീവിതം. അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗം ഒരു പ്രബോധനത്തിന്റെ ഭാഷയേക്കാൾ ഉപരി, ഒരു പഠിപ്പീരിന്റെ ഭാഷയേക്കാൾ ഉപരി നമുക്കൊരു വിലയിരുത്തലാണ്. അങ്ങനെ വിചാരിക്കുക. നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ഇടവക തിരുനാളിന്റെ തിരുക്കുടുംബത്തിന്റെ കീഴിലിരുന്ന് നമുക്കൊന്ന് വിലയിരുത്താം. എങ്ങനെ പോകുന്നുണ്ടെന്നൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഒരു തിരുത്തലൊക്കെ വരുത്താം. ആ വിചാരത്തോടെ വേണം ഇന്ന് കേൾക്കാൻ. ഒന്നാമത്തെ കാര്യം പരസ്പരം സ്നേഹിക്കണം. രണ്ടാമത്തത് ജീവൻ കൊടുക്കണം. വിവാഹിതരായവരെന്ന് കൈപൊക്കിക്കേ. ചിലര് കൈപൊക്കുന്ന കണ്ട പറ്റിപ്പോയെന്നുള്ള ഭാവത്തോടെയാണ് കൈപൊക്കുന്നത്. വിവാഹിതരായവരുടെ ചോദ്യം, ഉത്തരം പറയണേ, സഹകരിക്കണേ, അങ്ങ് പറഞ്ഞേക്കണം. വലിയ ബലപ്പെടുത്തൊന്നും വേണ്ട, അങ്ങ് പറഞ്ഞേക്കേ. ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ആർക്കാ പറയാൻ ധൈര്യമുള്ളൂ നോക്കട്ടെ. ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? അമ്മേ, ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ അമ്മേ? ഇതെങ്ങനെയാച്ചാ പരസ്യമായിട്ടൊക്കെ വിളിച്ച് പറയുന്നല്ലേ? ഇവരുടെ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ചോദ്യമായിട്ട് ഇറങ്ങുക. ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? അമ്മേ, എന്റെ അമ്മേ അല്ലെ? എന്റെ അമ്മയാണ് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഗുഡ്. അടുത്തത് ഇവിടെ ഈ ഭാഗത്ത് അച്ചായന്മാർ ആരെങ്കിലും ഒക്കെ സഹകരിക്കാവോ? ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ആരെങ്കിലും പറയുന്നോ? ആകപ്പാടെ 10-15 മിനിറ്റിന് വന്നിട്ട് നിങ്ങളെ പീഡിപ്പിക്കാൻ പാടില്ലല്ലോ. ധ്യാനമൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ചോദ്യം ചോദിച്ചാൽ കഷ്ടപ്പെടുത്തിയാനെ. ഇതിപ്പം പ്രസംഗമായതുകൊണ്ട് അത്രയും ദ്രോഹിക്കാൻ പാടില്ല. സന്തോഷമുള്ളവർ പറഞ്ഞാൽ മതി. ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? അതാ ചോദ്യം. വിവാഹിതരായവരുടെ ചോദ്യം. ഈ ഭൂമിയിൽ വിവാഹിതരായവരില് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനെയോ എന്റെ അമ്മയോ ആണെന്ന് പറയുന്നൊരു കൈപൊക്കി കാണട്ടെ. സന്തോഷത്തോടെ പറഞ്ഞു, നല്ല കാര്യമല്ലേ? കൈപൊക്ക കാണട്ടെ. കാണാൻ വേണ്ടിയിട്ട് അതങ്ങ് ഏറ്റു പറഞ്ഞേക്കുന്നു. പള്ളിയാകമല്ലേ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. യെസ്. 2, വിവാഹിതരായവര് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ദൈവം തന്ന എന്റെ മക്കളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ കൈപൊക്കി നോക്കട്ടെ. മക്കളെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നവര്. ഈ അമ്മയ്ക്ക് എല്ലാവരും ഇഷ്ടമാണെന്നല്ലോ, എല്ലാത്തിനും കൈപൊക്കുന്നുണ്ടല്ലോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയാണ് തിരുത്തൽ വരുന്നത്. ശ്രദ്ധിച്ചേ. നിങ്ങൾ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മതി. വിവാഹിതനായ ഒരാള്, വിവാഹിതയായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ഏറ്റവും സ്നേഹിക്കേണ്ടത് ജീവിത പങ്കാളിയാണ്. ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ലായിരിക്കും. പറ്റുന്നില്ല വെച്ചാൽ അങ്ങനെയല്ലെന്ന് പറയരുത്. സ്നേഹിക്കേണ്ടത് ആരെയാണ്? ജീവിത പങ്കാളി. വിവാഹത്തിന്റെ സമയത്ത് അങ്ങനെയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇനി നീ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മാറി ആരോട് ചേരുക? ഇയാളോട്, ഇവളോട് ചേരുക. ജീവിത പങ്കാളികൾ തമ്മിലാണ് ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാകേണ്ടത്. ഒരു കാരണവശാലും, എന്റെ പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും വിവാഹിതരായവര് ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ ആരെ സ്നേഹിക്കരുത്? അപ്പനെ അമ്മയെ സ്നേഹിച്ചാലും പിന്നെയും വലിയ തരക്കേടില്ല. കാരണം അതുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളൂ. ശരിക്കും അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അപ്പനെയും അമ്മയെ കുറച്ചു കാലം സ്നേഹിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതുങ്ങൾ അങ്ങ് മാഞ്ഞു പൊക്കോളൂ. അതുകൊണ്ട് അതങ്ങ് തീരും. പക്ഷെ അതിനേക്കാൾ ഒരു അപകടമുണ്ട്. എന്താ പറയുന്നത്? വിവാഹ ജീവിതത്തിൽ പലയിടത്തും കല്ല് കടിച്ചതിന്റെ മെയിൻ കാരണം വിവാഹിതനായവർ ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ ആരെ സ്നേഹിച്ചു? മക്കളെ സ്നേഹിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഒരു കാരണവശാലും ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത്. ഒരു കാരണവശാലും ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത്. പിള്ളേരെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ തിരുനാൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു, ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്, ഇത് ഈ മനുഷ്യൻ കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന അല്ല. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നേ. വിവാഹിതരായ ദമ്പതികളായവര് ആത്മാർത്ഥതയോടെ വിശകലനം ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ എന്നാ പരസ്പരം ശരിക്കും സ്നേഹിച്ചിട്ടുള്ളത്? നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ട് ഒരു യാന്ത്രികമായിട്ട് ജീവിതം അങ്ങനെ പോകുന്നല്ലേ ഉള്ളൂ. എഴുന്നേക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, പണിയെടുക്കുന്നു, വൈകുന്നേരം തളർന്നു വന്നിരുന്ന ഒരു കഞ്ഞി കുടിക്കുന്നു, പിന്നെയും കിടന്നുറങ്ങുന്നു, പിന്നെ എഴുന്നേക്കുന്നു. അത് അതിന്റെ ആ മെക്കാനിക്കൽ പാറ്റേണിൽ, യാന്ത്രികമായൊരു ശൈലിയിൽ ജീവിതം പോകുന്നു എന്നുള്ളതല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ അടുത്തിരുന്നിട്ട് സ്നേഹത്തോടെ ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാലം എത്രയായി? എടി നിനക്ക് സുഖമാണോടി? നിനക്ക് സുഖമാണോ? നിന്റെ എങ്ങനെയുണ്ട്? നടുവേദനയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ കുടവുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വർത്തമാനം പറയാറുണ്ടോ?
മനുഷ്യ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പണിയെടുത്തിട്ട് ആരോഗ്യം എങ്ങനെയുണ്ട്? ഭക്ഷണം അല്പം ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ചുകൂടൊക്കെ ഷുഗർ ഉള്ളതല്ലേ, അപ്പൊ അതിനെല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ. ഒരു ലൈറ്റ് ടോക്ക്, കാഷ്വൽ സ്നേഹപൂർവ്വമായ സംസാരം ഉണ്ടായിട്ട് എത്ര കാലമായി? ശരിക്കും സ്നേഹിച്ചിരുന്ന കാലം എപ്പോഴാണെന്ന് അറിയാവോ? ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹിച്ചിരുന്ന കാലം എപ്പോഴാന്ന് പറയാവോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ പറ. ഈ ഇവിടെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചത് ഏത് കാലത്തായിരുന്നു? കറക്റ്റ് ആദ്യത്തെ ഒരു വർഷം അല്ലേ? ആദ്യത്തെ ഒരു വർഷമാ ശരിക്കും സ്നേഹിച്ചത് ആദ്യത്തെ ഒരു വർഷം. അത് കഴിഞ്ഞപ്പോ ഈ മൂത്ത സാധനം ഇങ്ങോട്ട് വന്നു അല്ലെ? മൂത്ത സാധനം ഇങ്ങോട്ട് വന്നു. അത് വന്നപ്പോ തൊട്ട് നമുക്ക് സ്നേഹം ആരോടാ? അപ്പന്റെ സ്നേഹം മുഴുവൻ ചെറുക്കനോട്, മൂത്ത കൊച്ചനോട്. അമ്മയുടെ സ്നേഹം മുഴുവൻ മൂത്ത കൊച്ചനോട്. വാശിക്ക് മക്കളെ സ്നേഹിക്കുക. അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തത് വന്നു, പിന്നെ അടുത്തതിനോട് സ്നേഹം. മക്കളെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ കുട്ടനാട്ടിലെ അപ്പനമ്മമാർ, ഞാനും കുട്ടനാട്ടിൽ നിന്നല്ലേ, അപ്പൊ നമുക്കറിയാലോ, നമ്മുടെയൊക്കെ നാട്ടിൽ വന്നു പോയ ഒരു പേരന്റിങ് പിഴവിതായിരുന്നു. നമ്മൾ ജീവിച്ചത് മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടായി പോയി? മക്കൾക്ക് വേണ്ടിയിട്ടായി പോയി. സ്നേഹിച്ചത് മുഴുവൻ ആരെയായി പോയി? മക്കളെ ആയി പോയി. എന്നിട്ട് എന്ത് പറ്റി? 17, 18, 20 വയസ്സെത്തുമ്പോൾ മക്കള് ചിറകടിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്ക് പോകണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അവർക്ക് വളരണ്ടേ? അവര് പോയി കഴിഞ്ഞപ്പോ പിന്നെ ആരുണ്ട്? പിന്നെ ഈ ഭർത്താവിന്റെ മുഖത്തോട് നോക്കിയിരിക്കണം. കഴിഞ്ഞ 20 വർഷമായിട്ട് അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെ? പിന്നെ ഈ ഭർത്താവേ ഉള്ളൂ കൂടെ. അന്ത്യത്തോളമുള്ള കൂട്ട് ഈ മനുഷ്യനെ ഉള്ളൂ. അന്ത്യത്തോളമുള്ള കൂട്ട് ഈ സ്ത്രീയെ ഉള്ളൂ. നിർഭാഗ്യവശാൽ ഇടക്കാലത്ത് എപ്പോഴോ മിണ്ടിയും പറയുന്ന ശൈലി നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു പിടിച്ചത്, അല്ലെങ്കിൽ വാർദ്ധക്യം ക്ലേശപൂർണ്ണമാകും കേട്ടോ. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം. ശരിക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ലേ മക്കളെ? നിങ്ങളോടല്ലേ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടം? അല്ലേ? സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അച്ഛാ വേണ്ട, എന്തിനാ വെറുതെ പറഞ്ഞു കുളവാക്കുന്നത്? ചിന്തിച്ചാൽ മതി. നമ്മൾ കുട്ടനാട്ടിലൊക്കെ ഒരു കോഴിക്കറി വെച്ചാൽ, ഒരു കോഴിക്കറി വെച്ച കാലാരാ കൊണ്ടുപോകുന്നേ? അത് ഓർത്താ മതി. ഒരു കോഴിക്കറി വെച്ചാൽ അമ്മ ആർക്കാ കാല് വിളമ്പി കൊടുക്കുന്നേ? രണ്ട് കാലുണ്ട് പിള്ളേരുടെ വായിലിരിക്കും. രണ്ട് പിള്ളേരുടെ വായിലിരിക്കും. ആ മനുഷ്യന്റെ വായി പെടലിയേ ഉള്ളൂ. ആ മനുഷ്യന്റെ വായിലാ ഇത്തിരി പോകുന്ന. അതിനകത്ത് തന്നെ ഇറച്ചി കിട്ടാനാ. പുള്ളി അതും വെച്ചുകൊണ്ട് കടിച്ചോണ്ടിരിക്കുക. നമുക്ക് കഷ്ടം തോന്നും ആ മനുഷ്യന്റെ ഇരിപ്പ് കാണുമ്പോ. അല്ലെ? ശരിക്കും പിള്ളേര് വളർത്തുന്ന മുഴുവൻ പിള്ളേരെയാണ്. ഒരു അപ്പനും അമ്മ പഠിപ്പിക്കേണ്ടത്, അമ്മ കുടുംബത്തിൽ പഠിപ്പിക്കേണ്ടത്, മക്കളെ പഠിപ്പിക്കേണ്ടത്, മക്കളെ ഈ കുടുംബത്തിന്റെ നാഥൻ ആരാണ്? അപ്പനാണ് പ്രധാനപ്പെട്ടയാൾ. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചേക്കരുത് മക്കളെ കൂടുതൽ സ്നേഹിച്ച് മക്കളുടെ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എങ്ങനെയാ മക്കളെ പഠിപ്പിക്കണം എന്നറിയാമോ? മക്കൾക്ക് ഈ വിചാരം പറഞ്ഞു കൊടുക്കണം. ഏത് വിചാരം? എന്റെ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനെയാണ്. ആ കോൺഫിഡൻസ് ആ പിള്ളേർക്ക് കിട്ടേണ്ടത്. എന്റെ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനെയാണ്. തിരിച്ച് കുട്ടികൾക്ക് തോന്നണം, എന്റെ അപ്പായിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയാണ്. അത് കണ്ട് പിള്ളേര് വളരട്ടെ. അങ്ങനെ വളരുന്ന പിള്ളേര് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോ വിവാഹ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവര് നല്ല വെടിപ്പായിട്ട് ജീവിക്കും. എന്താ കാര്യം? അവര് ചെറുപ്പം തൊട്ടേ കണ്ടതാ. അവരുടെ അപ്പനും അമ്മയും എങ്ങനെ ദാമ്പത്യം ജീവിച്ചുവെന്ന് ചെറുപ്പം തൊട്ടേ കണ്ട പിള്ളേർക്ക് അറിയാം. ഇനി എങ്ങനെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്ന്, വില കൊടുക്കണമെന്ന് അവർക്കറിയാം. ഇതിപ്പോ ചില അമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അമ്മമാർക്ക് കുറച്ചുകൂടെ. അതുകൊണ്ട് നിങ്ങൾ ഓർക്കരുത് ഈ അമ്മമാരെ കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ. അങ്ങനല്ല, ചെറിയ നമ്മുടെ ട്രേറ്റ്സ് പറയുന്നതാണ്. ചില അമ്മമാർക്കൊരു സ്വഭാവം ഉള്ളത്, ഈ മക്കളുടെ കൂടെ ടീം ഉണ്ടാക്കി അപ്പനെ ഒറ്റപ്പെടുത്തി കളയും. അങ്ങനെ ഒരു കലാപരിപാടി വീടുകളിൽ നടക്കുന്നുണ്ട്. മക്കൾ ഈ അപ്പന് വലിയ കാൽപ്പനിക ഭാവമൊന്നും ഇല്ലോ, റൊമാൻറ്റൈസേഷൻ ഒന്നുമില്ല. എല്ലാ കവിതകളിലും സിനിമയിലുമൊക്കെ നന്മയുടെ ആൾരൂപം ആരാ? അമ്മയാണ് എല്ലാ ഉദാത്ത ഭാവങ്ങളുടെ അമ്മ. അതുകൊണ്ട് അമ്മയും പിള്ളേരും ഒരു സംഘം. പാവം പിടിച്ച അപ്പൻ അപ്പുറത്ത് കിടന്ന് ഈ പാടുപെട്ട് തിരിച്ചു വരുമ്പോ അങ്ങേറെ കൂടെ ആരുമില്ല. പുള്ളി ഒരുമാതിരി ഒറ്റപ്പെട്ട ഒരു ജീവിതം. അരുത്. ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ച് ജീവിത പങ്കാളിയുടെ കുറ്റം പറയരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ വളരെ എളുപ്പത്തിൽ നടക്കുക, പിള്ളേരുടെ മുമ്പിലിട്ട് ഭാര്യയെ കൊച്ചാക്കരുത്. പിന്നെ അവൾ ആർക്കു വേണ്ടിയിട്ടാണ് ഈ ജീവിതം കൊടുത്തത്? ഒന്നായതല്ലേ നിങ്ങള്? ഭർത്താവിന്റെ മുമ്പിലിട്ട് മക്കളുടെ മുമ്പിലിട്ട് ഭർത്താവിനെ ഒരിക്കലും അമ്മമാര് ചെറുതായി പറയരുത്. കുട്ടികൾ, നിങ്ങൾ തമ്മിലുള്ള തിരുത്തലുകളും തർക്കങ്ങളും ഒക്കെ നിങ്ങൾ മാത്രമായിരിക്കുന്ന ഒരു സ്പേസിലായിരിക്കണം. അതാണ് ദാമ്പത്യത്തിന്റെ മനോഹാരിത. ഇടയ്ക്കൊക്കെ നമുക്ക് തെറ്റിപ്പോയി, ഒന്ന് ഇടറിപ്പോയി, വീണുപോയി. ഇനി തിരിച്ചു പിടിച്ചേ, ഇനി ബോധപൂർവം ഒരു എഫേർട്ട് എടുത്തേ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രണയത്തെ, ഊഷ്മളതയെ തിരിച്ചു പിടിക്കണം പ്രിയമുള്ളവരെ. അപ്പൊ വിവാഹത്തിന്റെ പർപ്പസ് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ എന്തായിരുന്നു? പോയി. ഒന്നാമത്തെ എന്തായിരുന്നു വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശം? പരസ്പരം സ്നേഹം കൊടുക്കുക, സ്നേഹിക്കുക. രണ്ടാമത്തെ എന്താണ്? ജീവൻ കൊടുക്കുക, മക്കളെ സ്വീകരിക്കുക. ദൈവം തരുന്ന മക്കൾ ദൈവദാനമാണ്. ആ വിചാരം എപ്പോഴും ഉണ്ടാകണം. മക്കൾ ദൈവദാനമാണ്. നിങ്ങൾക്കറിയാമോ,
മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് ആർക്കായിരിക്കും? പറ നോക്കട്ടെ, നിങ്ങൾ ആർക്കാണ് ആ ലോജിക് ഉള്ളത് നോക്കട്ടെ. മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് ആർക്കായിരിക്കും? പറയാം. ഒരു ലോജിക് പാറ്റേൺ ചിന്തിച്ചെടുത്താൻ പറഞ്ഞേ. ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്കും ട്രൈ ചെയ്യാം. ചക്ക വീണ് പോയി ചാകുന്നെങ്കിൽ ചാകട്ടെ. മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് ആർക്കായിരിക്കും അറിയാവും? ആർക്കായിരിക്കും? അമ്മയ്ക്ക്. അമ്മയ്ക്ക്. ഓ, അമ്മമാര് പുണ്യപ്പെട്ടവരായി ഉടനെ. അമ്മയ്ക്ക്. പിന്നെ എക്സാക്ട്ലി അമ്മേ, അതാണ് അതിന്റെ ഉത്തരം. മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് മക്കളില്ലാത്ത ദമ്പതികൾക്ക്. മക്കളില്ലാത്ത ദമ്പതികൾക്കറിയാം മക്കൾ ദൈവദാനമാണെന്ന്. നമുക്കും കിട്ടിക്കഴിഞ്ഞപ്പോ എന്തു പറ്റി? നമ്മുടെ വിചാരം നമ്മുടേതാണെന്നാണ്. നമ്മുടേതാണെന്ന് ഒന്നുമല്ല, ദൈവം തന്നതാ. ദൈവം തന്നത് നിങ്ങളെ സ്വീകരിച്ചേക്കണേ. പ്രത്യേകിച്ച് സമീപകാലത്ത് കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത കാലത്ത് വിവാഹം കഴിച്ച മക്കളോട് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയാമോ? കർത്താവ് തരുന്നതിനെ കൈനീട്ടി സ്വീകരിച്ചേക്കണം. കർത്താവ് തരുന്നതിനെ കൈനീട്ടി സ്വീകരിച്ചേക്കണം. OET പാസ്സാകാൻ, വിസ അടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് മക്കളെ നീട്ടിവെക്കുന്നവർക്ക് പറ്റുന്ന അപകടം എന്നറിയാവോ? 2-3 വർഷം കഴിഞ്ഞ് മക്കള് മതി എന്ന് പറഞ്ഞിട്ട് പിന്നൊരു കുഞ്ഞിന് വേണ്ടി 10 വർഷം കരയുന്നവര് നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. നമ്മുടെ തീരുമാനമാണോ ഇത്? ദൈവം തരുന്നതിനെ എളിമയോടെ ദാനമായി സ്വീകരിച്ചേക്കണേ. മക്കൾ ദൈവദാനമാണ്. ദൈവദാനമായ മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തണം. അതുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. അതുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മക്കളെ വളർത്തുക എന്ന് പറയുമ്പോൾ അതുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി, അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിന്റെ ചാരത്തിട്ട് വളർത്തി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ദേവാലയത്തോട് ചേർത്ത് മക്കളെ വളർത്തണം. കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം. ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം മക്കളുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കേ. അപ്പ, അമ്മേ, കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എത്ര കാലമായി? കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ടേ എത്ര കാലമായി? നിങ്ങളുടെ കൊച്ചു മക്കളുടെ അടുത്തോട്ട് ചെന്നിരുന്ന്, മക്കളെ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചൊന്ന് ചേർത്ത് പിടിച്ചിട്ടേ എത്ര കാലമായി? ശരിക്കും നമ്മള് നമ്മുടെ ഈ നാട്ടിൻപുറത്തെ അപ്പന്മാർക്ക് അമ്മമാർക്കൊക്കെ പറ്റുന്നത്, നമ്മൾ എല്ലുമുറിയെ കടന്ന് പണിയെടുക്കും ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട്. ശരിയല്ലേ? കൃഷി ഇറക്കുന്നതൊക്കെ ആരെ മനസ്സിൽ കണ്ടോണ്ടാ? എന്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ജീവിക്കണം, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പണിപ്പെടുന്ന മുഴുവൻ. ഈ തലമുറ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അവരിൽ നിന്ന്. എന്താ പറയുന്നറിയാമോ? അപ്പാ, അമ്മേ, ഞങ്ങൾ കാശ് പിന്നെ ഉണ്ടാക്കിക്കൊള്ളാം. നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾ കാശ് ഉണ്ടാക്കും. കാരണം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാശ് ഉണ്ടാക്കിക്കൊള്ളാം. ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് കാശല്ല അപ്പാ, ഞങ്ങൾക്ക് വേണ്ടത് കാശല്ല അമ്മേ, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെയാ. നിങ്ങളെ എല്ലാ കാലത്തും ഞാൻ കിട്ടില്ലല്ലോ, ഉള്ള കാലത്ത് ഞങ്ങളുടെ അടുത്തൊന്ന് ഇരിക്കുക. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കൊള്ളും, ഞങ്ങൾക്ക് ഉറപ്പാ. നിങ്ങളൊന്ന് അടുത്തിരിക്കുക, ഞങ്ങളോടൊന്ന് മിണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം. കുഞ്ഞുങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യട്ടെ. ലെറ്റ് ദം ഫീൽ യുവർ ലവ്. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോകാറുണ്ടോ? പുല്ലങ്കടിക്കാരെ പിള്ളേരെ കൊണ്ട് സിനിമയ്ക്കൊക്കെ പോവോ? ഇല്ലച്ചാ. കൊച്ചു കരഞ്ഞോണ്ട് ഇല്ലച്ചാ, പറഞ്ഞു കൊടുക്കച്ചാ. അതുങ്ങൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലച്ചാ. കുഞ്ഞുങ്ങളെ കൊണ്ട് വല്ലപ്പോഴും ആലപ്പുഴയ്ക്കോ, നമുക്ക് പോകാൻ എളുപ്പത്തിൽ പോകാനുള്ള ദൂരം ആലപ്പുഴയല്ലേ അല്ലെ? നമ്മുടെ ടൗൺ അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ആലപ്പുഴയല്ലേ? ആലപ്പുഴയിലൊക്കെ കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പനമ്മമാരെ ഒരു ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുവോ? ഒരു സിനിമയൊക്കെ കൊണ്ടുപോയി കാണിക്കുവോ? ആ സ്വഭാവം ഉണ്ടോ? അത് നിങ്ങൾ ഓർക്കും, എന്നാ വർത്താനാച്ചാ ഈ പറയുന്നത്, സിനിമയൊക്കെ പാപമല്ലേ, ഇങ്ങനെയാണോ പ്രസംഗത്തിനിടയ്ക്ക് പറയുന്നത് എന്നായിരിക്കും വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നതിന്റെ ലോജിക്ക് എന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോകണം. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉള്ളതെല്ലാം കൂടെ സമ്പാദിച്ചു കൂട്ടി വെക്കരുത്. ഉള്ളതെല്ലാം കൂടെ സമ്പാദിച്ചു കൂട്ടി വെക്കരുത്. കുറച്ചൊക്കെ ഈ സ്പെൻഡ് ചെയ്യണം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക, ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാർ ക്യൂ നിപ്പുണ്ട്. അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത്തരം ഇഷ്ടങ്ങൾ നിങ്ങളായിട്ട് കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാര് ക്യൂ നിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര അച്ചടക്കത്തിൽ ചിട്ടയിൽ വളർത്തിയ പിള്ളേര് 10-18 വർഷമാകുമ്പോ നമ്മുടെ തണലിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോ അവർക്ക് ഫ്രീഡം കിട്ടുമ്പോ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരെല്ലാത്തിന്റെയും പുറകെ പോകും. അങ്ങനെ പോയതിന്റെ ഉത്തരവാദികൾ ആ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അതുങ്ങളെ സ്നേഹം അനുഭവിക്കാൻ അവസരം കൊടുക്കാതെ വളർത്തിയ അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റട്ടെ. ലെറ്റ് ദം ഫീൽ യുവർ ലവ്. ക്വാളിറ്റി ടൈം എല്ലാ ദിവസവും. ഉത്തരം പറഞ്ഞേ, എല്ലാ ദിവസവും അരമണിക്കൂർ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന്
ഒരുമിച്ചിരുന്ന് വെറുതെ വർത്തമാനം പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്? സത്യം പറയാവുള്ള പള്ളിയകമാണ്, കള്ളം പറഞ്ഞ് ഇടുത്തി വീഴും. അതുകൊണ്ട് കള്ളം ഒന്നും പറയണ്ട, ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അപ്പനും അമ്മയും മക്കളും കൂടെ അടുത്തോട്ട് ഇരുന്നിട്ട് വെറുതെ വിശേഷമൊക്കെ പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്? കാണട്ടെ. മരുന്നിന് പോലും ഓർമ്മയില്ലല്ലോ. ശരിക്കും നമുക്കതാ മിസ്സായി പോകുന്നത്. ഉണ്ട് 2-3 കൈയൊക്കെ പൊക്കി അല്ലെ, നല്ല കാര്യം, അത് വേണം. അത് ഏറ്റവും നല്ല സമയം ഞാൻ പറയട്ടെ എപ്പോഴാണ്. എന്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയുണ്ട്. അതൊക്കെ ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. കുരിശുവരയ്ക്ക് മുമ്പായിരുന്നു. എന്ന് വെച്ചാൽ ആ കുരിശുവര പായ അങ്ങോട്ട് വിരിക്കും. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞൊരു കുരിശുവര പായുണ്ട്. ആ പായ്ക്ക്, ഞങ്ങളുടെ വീട്ടിലെ കുരിശുവര പായ്ക്ക് 36 വർഷത്തെ പഴക്കമുണ്ട് ആ പായ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്നത്. എന്നെ പെറ്റിട്ട കാലത്ത് വാങ്ങിച്ചതാണ്. എനിക്ക് 36 വയസ്സാ അന്ന് വാങ്ങിച്ചത്. അന്ന് നീ മെഡിക്കൽ കോളേജിൽ അല്ല ചെത്തിപ്പുഴ എങ്ങാണ്ട് വന്ന വഴിക്ക് മേടിച്ചോണ്ട് വന്നാന്നാ പറയുന്നത്. ആ പായാണ് ഇപ്പോഴും ഞങ്ങളുടെ കുരിശുവരപ്പായി. ആ പായ അങ്ങോട്ട് വിരിച്ചിട്ട് അതിലോട്ട് ഇരിക്കും, കുരിശു വരയ്ക്കാം. ആ ഇരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് കുരിശുവര അല്പം നീട്ടു പോട്ടെ, നീട്ടി വെക്കാന്ന് വിചാരിച്ചിട്ട് വർത്തമാനം തുടങ്ങും. എന്നിട്ട് എല്ലാം കൊണ്ട് വിശേഷം അങ്ങനെ താൻ തുടങ്ങും. അപ്പോൾ ഒരു അരമണിക്കൂർ വർത്തമാനം. പിന്നെ അപ്പന്റെ വിശേഷം, അമ്മയുടെ വിശേഷം, ഞാൻ എന്റെ സ്കൂളിലെ വാർത്തകൾ, പെങ്ങളുടെ സ്കൂളിലെ വാർത്തകൾ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഗുണം എന്നറിയാവോ? ഇതെല്ലാം കേട്ട് കഴിയുമ്പോ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ എന്ന് വരച്ച് കുരിശുവരെ അങ്ങോട്ട് ആരംഭിക്കുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ കിട്ടി. എന്താ കാര്യം? എന്റെ അപ്പന്റെ സങ്കടങ്ങൾ എന്റെ പ്രാർത്ഥനയായി, എന്റെ അമ്മയുടെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ എന്റെ പ്രാർത്ഥനയായി, എന്റെ പെങ്ങളുടെ നാളത്തെ ടെസ്റ്റ് പേപ്പർ എന്റെ പ്രാർത്ഥനയുടെ വിഷയമായി. കുടുംബം ഒരുമിക്കുക, കുടുംബത്തിൽ ബോണ്ട് രൂപപ്പെടുക. അതുകൊണ്ട് പരസ്പരം സംസാരിക്കണം. പ്രിയമുള്ളവരെ, മടുത്തോ നിങ്ങള്? സമയമായോ? ടൈം ഔട്ട് വിളിക്കാറായോ? മതി, ഇത്രയും മതി. റാസകുർബാനയൊക്കെ അല്ലേ, ഇത്രയും മതി. പരസ്പരം സ്നേഹിക്കുക, ജീവൻ കൊടുക്കുക, കുടുംബം ഒരുമിച്ച്. അതായത് നിങ്ങൾ ഈ ഇന്നത്തെ ഒരു അപകടം പിടിച്ച ട്രെൻഡ് ഞാൻ പറയട്ടെ, വലിയ പ്രാർത്ഥനക്കാരൊന്നും ആകണ്ട. സത്യമായിട്ട് ഞാൻ പറയട്ടെ, വലിയ പ്രാർത്ഥനക്കാരൊന്നും ആകണ്ട. ഇന്ന് ഭയങ്കര പ്രാർത്ഥനക്കാരുടെ ബഹള. വീട് മറന്നിട്ട്, പിള്ളാരെ മറന്നിട്ട്, ജീവിത പങ്കാളിയെ മറന്നിട്ട് കുറെ പ്രാർത്ഥനക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവവിളി കർത്താവ് തന്നിട്ടില്ല. അങ്ങനെ തന്നിരുന്നെങ്കിൽ നിങ്ങളെ അച്ചൻ പട്ടത്തിലേക്കോ സന്യാസത്തിലേക്കോ വിളിച്ചേനെ. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കുടുംബ ജീവിതത്തിലേക്ക്. കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം കർത്താവിനെ ആശ്രയിച്ച്, ജീവിത പങ്കാളിയെ സ്നേഹിച്ച്, മക്കളെ വിശ്വാസത്തിൽ വളർത്താനുള്ള ദൈവവിളിയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞു, മക്കളെല്ലാം ഒരു വഴിക്കെത്തി, ജീവിത പങ്കാളി മരിച്ചു, പിന്നെ ഇറങ്ങിക്കോ ഫുൾ ടൈമറായിട്ട്. അല്ലാതെ ചില പ്രാർത്ഥനക്കാരെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചോദിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? ഭാര്യയ്ക്ക് വേണ്ട സ്നേഹം കൊടുക്കുന്നുണ്ടോ? ഭർത്താവിനെ പരിചരിക്കുന്നുണ്ടോ? മക്കൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? അവരുടെ അടുത്തിരിക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരേണ്ട സമയമായി. കുടുംബത്തിലാണ് ആത്മീയത വളരേണ്ടത്. അത് ഗാർഹിക സഭയെന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിക്കുന്നത്. കുടുംബം ഗാർഹിക സഭയ. പള്ളി ആദ്യം പണിയപ്പെടേണ്ടത് കുടുംബങ്ങളിലാണ്. കുടുംബത്തിൽ പ്രാർത്ഥന. ഇപ്പൊ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയുടെ കാലമാണ്. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാ. അമ്മ അമ്മയുടെ വഴിക്ക് സ്വർഗത്തിൽ പോവുക, അപ്പൻ അപ്പന്റെ വഴിക്ക് സ്വർഗത്തിൽ പോവുക, മക്കള് മക്കളുടെ വഴിക്ക്. ഒരുമിച്ചിരുന്ന് എന്താ പോകാത്ത? സ്വർഗസ്ഥനായ എന്റെ അപ്പ എന്ന് നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഇത് കമ്മ്യൂണിറ്റിയാണ്. ഈ സഭ കൂട്ടായ്മയുടെ സഭയാ. ഒരുമിച്ചേ ഉള്ളൂ പോക്ക്. ഒറ്റയ്ക്കാണെങ്കിൽ പോകുന്നത് നരകത്തിലേക്കാണ് ഓർത്തേക്കണേ. കൂട്ടായ്മ ഉണ്ടാകട്ടെ കുടുംബങ്ങളിൽ. പരസ്പരം സംസാരിക്കണം, സമയം ചെലവഴിക്കണം. എന്റെ ആദ്യത്തെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശാലോമി വല്ലതും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇടയ്ക്ക് പറയാറുള്ളൊരു കാര്യമാണ്. അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. എന്റെ ആദ്യത്തെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് രസമാണ്. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ അച്ഛനാകാൻ പഠിക്കുന്ന കാലത്ത്, അച്ഛനായിട്ട് ഇപ്പൊ 8 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അച്ഛനാകാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും ഒക്കെ വല്ലപ്പോഴും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്ന്. അങ്ങനെ അവസരങ്ങൾ കർത്താവ് തന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ റീജൻസി ചെയ്യുന്ന കാലം എന്ന് വെച്ചാൽ ലോഹ ഇട്ടിട്ടില്ല. ലോഹയ്ക്ക് മുമ്പുള്ള കാലം 8ാം വർഷം ചങ്ങനാശ്ശേരിയിലുണ്ട്, ബിഷപ്പ് ഹൗസിലുണ്ട്. അപ്പോ ചങ്ങനാശ്ശേരിയിൽ ഒരു സ്കൂളിൽ പെൺകുട്ടികളുടെ സ്കൂളാണ്. അവിടെ ധ്യാനത്തിന് വിളിച്ചു. വേറൊരു അച്ഛനാണ് ധ്യാനിപ്പിക്കുന്നത്. അച്ഛൻ എന്നെ കൂടെ സഹായത്തിന് വിളിച്ചു. നീയും കൂടെ വന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട, 2 സ്കൂളേ ഉള്ളൂ, അതിലൊന്നാണ്. ഏതാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അവൾ സ്കൂളിൽ ധ്യാനിപ്പിക്കാൻ വിളിപ്പിച്ചു. ചെന്നു. ആദ്യത്തെ ദിവസം ധ്യാനം ഉച്ചയായി. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഈ കന്യാശ്രീ അമ്മ പ്രിൻസിപ്പൽ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, അന്ന് ഞാൻ ബ്രദറാണല്ലോ, ബ്രദറെ പിള്ളേർക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞു. പിള്ളേർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഞാൻ ഈ കന്യാശ്രീമയോട് ഉള്ള കാര്യം എളിമയോടെ പറഞ്ഞു, എന്റെ പൊന്നമ്മേ, എനിക്ക് കൗൺസിലിംഗ് അറിയാൻ മേല. എനിക്ക് അപ്പോഴും ഇപ്പോഴും കൗൺസിലിംഗ് വലിയ എനിക്ക് ഗിഫ്റ്റുള്ള കാര്യമല്ല. അപ്പൊ എനിക്ക് കൗൺസിലിംഗ് അറിയാൻ മേല എന്ന് പറഞ്ഞു. കന്യാശ്രീ അമ്മയുടെ കാര്യമല്ലേ, കന്യാശ്രീ അമ്മമാര് ഭയങ്കര പ്രോത്സാഹനമാണ്. ഈ കന്യാശ്രീ അമ്മ എന്നോട് പറഞ്ഞു, ബ്രദറെ അത് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല, പിള്ളേര് വന്നിട്ട് വല്ലതുമൊക്കെ പറയും, ബ്രദർ കുറച്ച് ഉപദേശമൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കണം. കൗൺസിലിംഗ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കൗൺസിലിംഗ്. ഇത് കേട്ടപ്പോ എനിക്ക് ഇത്രയേ ഉള്ളൂ കൗൺസിലിംഗ്, എന്നാ പിന്നെ നടത്തിയേക്കാം എന്നാ ഫീലായി.
ഞാൻ പോയൊരു ക്ലാസ് റൂമിൽ കസേര ഇട്ടിരുന്ന് മുമ്പിൽ ഒരു മേശ ഇട്ടു, ഓപ്പോസിറ്റ് ഒരു കസേര ഇട്ടു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കൗൺസിലിംഗ് നടത്താൻ പോവാണ്. എന്തൊരു എക്സൈറ്റ്മെന്റ് എന്നറിയാമോ? ജീവിതത്തിലെ ആദ്യത്തെ കൗൺസിലിംഗ് ആണ്. പുറത്ത് കുട്ടികൾ ക്യൂ ആയിട്ട് നിപ്പുണ്ട്. കന്യാസ്ത്രീ അമ്മ ഡോറിന്റെ അവിടെ നിപ്പുണ്ട്. ഓരോ കൊച്ചിനെ വെച്ച് വിളിച്ചു വിടും. അതാണ് അതിന്റെ ക്രമം. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആദ്യത്തെ കൊച്ചു ഡോറിന്റെ അവിടെ വന്നു. സിസ്റ്റർ ആദ്യത്തെ കൊച്ചിനെ വിളിച്ചു. കൊച്ചു ഡോറിന്റെ അവിടെ വന്നു. കൊച്ചവിടെ വന്നിട്ട് എന്നെ അടിമുടി ഒന്ന് നോക്കി. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് കൊച്ചെന്നെ നോക്കുന്നത്. ഞാൻ ഇങ്ങനെ മേളിയും താഴോട്ട് എന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ കൊച്ചങ്ങ് ഇറങ്ങിപ്പോയി. ഈ കൊച്ച് എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, ഞാൻ പതുക്കെ എഴുന്നേറ്റ് പോയിട്ട് കന്യാസ്ത്രീയോട് ചോദിച്ചു, കന്യാസ്ത്രീ അമ്മേ അതെന്താ ആ കൊച്ച് ഇറങ്ങിപ്പോയേ എന്ന് ചോദിച്ചു. അപ്പൊ കന്യാസ്ത്രീ മറുപടി പറയുകയാണേ, ആ കൊച്ചിന് ബ്രദറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോയതാണെന്ന്. നിങ്ങൾ ഓർത്ത് നോക്കി, എന്തൊരു അപമാനമാണെന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നിരുന്നതാണോ? അല്ലല്ലോ, കൗൺസിലിംഗ് അല്ലേ വന്നിരുന്നത്. എന്നെ കണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കൊച്ചിറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്തൊരു അപമാനമാണ് എനിക്ക്. ഇനിയിപ്പോ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ആ കൊച്ചിറങ്ങിപ്പോയത് ആ കാരണം കൊണ്ട് തന്നെ ആട്ടെ. ഈ കന്യാസ്ത്രീയമ്മ എന്നോടത് പറയാവോ? അല്ലേ, ഈ കന്യാസ്ത്രീയമ്മ എന്റെ മുഖത്ത് നോക്കിയിട്ടത് പറയാവോ? വേറെ വല്ലോ കാരണവും പറയണ്ടേ? എന്റെ കോൺഫിഡൻസ് പോകത്തില്ലേ? ഇപ്പൊ ഞാൻ ആകെപ്പാടെ തകർന്നിരിക്കുക. ഇനി എനിക്കുണ്ടല്ലോ കൗൺസിലിംഗ് വിജയിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. അതൊക്കെ അത്യാഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. കൗൺസിലിംഗ് വിജയിക്കണമെന്നും ഇപ്പൊ എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. എന്തായിരിക്കും ആഗ്രഹം? രണ്ടാമത്തെ കൊച്ച് ഇറങ്ങിപ്പോകരുത്. അത്ര ചെറിയ പ്രാർത്ഥനയായിരിക്കും. രണ്ടാമത്തെ കൊച്ച് ഇറങ്ങിപ്പോകരുത്. രണ്ടാമത്തെ കൊച്ചു വന്നു. ഞാൻ ഇങ്ങനെ ഒളികണ്ണിട്ട് നോക്കി, നിൽക്കുകയാണോ പോവുകയാണോ നോക്കി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കൊച്ചു പോയില്ല. കൊച്ച് അവിടുന്ന് മെല്ലെ നടന്ന് എന്റെ മുമ്പിൽ വന്ന് കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു. അവിടെ വന്ന് ഇരുന്നു എന്ന് മാത്രമല്ല, ഈ കൊച്ചങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. 10-17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചല്ലേ, അതങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിനുണ്ടായ മുറിവുകൾ, ഇതിന്റെ സങ്കടങ്ങൾ, ഇത് കടന്നുപോയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, അനുഭവങ്ങൾ, ഇതെല്ലാം എന്റെ മുമ്പിൽ ഇരുന്ന് അങ്ങോട്ട് തുറന്നിട്ട് ഈ കൊച്ചിരുന്ന് കരയാൻ തുടങ്ങി. എന്റെ മുമ്പിൽ ഇരുന്ന് ഈ കൊച്ചു കരച്ചിലാന്നേ, ഏങ്ങലടിച്ചൊക്കെ കരയുക വലിയ വായിലെ. ഇതിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനും കരയാൻ തുടങ്ങി. കൊച്ചും കരച്ചില്, ഞാനും കരച്ചില്. കൗൺസിലിംഗ് ആണെന്നാണ് വെപ്പ്. രണ്ടുപേരും കരച്ചിലോട് കരച്ചില്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെമ്പിള്ളാരെ കരച്ചിലൊരു പ്രത്യേകതയുണ്ട്. അതെനിക്ക് അറിയാൻ വയ്യായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി. എന്താ പ്രത്യേകത എന്നറിയാവോ? കൺമഷി ഇളകുമ്പോ കരച്ചില് നിൽക്കും. കൊച്ചു നോക്കിയപ്പോണ്ടല്ലോ, കണ്ണീരിന്റെ കൂടെ കൺമഷിയും കൂടെ കലങ്ങി ഇങ്ങനെ ഒഴുകി വരുന്നു. കൊച്ചിന് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. കൊച്ചു പെട്ടെന്ന് ടവലെടുത്ത് കവിളൊക്കെ തുടച്ച് 2 ഏങ്ങലൊക്കെ അടിച്ച് കരച്ചിലങ്ങ് സപ്രസ് ചെയ്തു. കൊച്ചു ഡീസന്റ് ആയി, കൊച്ചു ക്ലീൻ ആയി. എനിക്ക് ഒഴുകിപ്പോകാൻ കൺമഷിയില്ലല്ലോ. അപ്പൊ എന്റെ കരച്ചിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത രംഗമാണ് ദയനീയം. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കൊച്ച് അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് എന്റെ തോളെ തട്ടി പറയുകയാണ്, പോട്ട ബ്രദറെ, സാരമില്ല, എല്ലാം ശരിയാകും ബ്രദർ, സങ്കടപ്പെടണ്ടെന്ന്. ഇത് കേട്ട പാടെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഒരു ഓട്ടമായിരുന്നു. ഞാൻ പോയി കന്യാസ്ത്രീയോട് പറഞ്ഞു, വേറെ വല്ലവരെയും വിളിച്ചിരുത്തിക്കോണം, എന്നെ കൊണ്ട് ഈ പണി പറ്റികൾ എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയി. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഞാൻ നീ ധ്യാനിപ്പിക്കുന്നില്ല, ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ പോയി. അച്ഛനെ മനസ്സിലായി എന്തോ പന്തികേട് മറ്റിയത് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ അച്ഛനെ വിളിച്ചിരിക്കുക, ഇന്നലെ നീ മുങ്ങി, ഇന്ന് നീ തന്നെ ധ്യാനിപ്പിക്കണം എന്ന് പറഞ്ഞു. വേറെ മനസ്സിലോടെ രാവിലെ ഒരുങ്ങി എഴുന്നേറ്റ് വന്നു. ഹോളിനകത്ത് കുട്ടികൾ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. വരാന്തേ കൂടെ ഞാൻ വരുമ്പോൾ ഞാൻ എങ്ങനെ നോക്കിക്കൊണ്ടാ വരുന്നറിയാം. ഞാൻ ഇങ്ങനെ നോക്കിയാ വരുന്നത്. എന്തായിരിക്കും ഞാൻ നോക്കുന്നത്? ഈ സാധനം വന്നിട്ടുണ്ടോന്നോ നോക്കുന്നത്. ഈ സാധനം എനിക്കിതിനെ ഫേസ് ചെയ്യാൻ വയ്യ, ഇത് വന്നിട്ടുണ്ടോ നോക്കിയപ്പോണ്ടല്ലോ ഏറ്റവും മുമ്പിൽ വന്ന് നിപ്പുണ്ട്. ഏറ്റവും മുമ്പിൽ വന്ന് കൈ അടിച്ച് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുക. ഞാൻ ഇതിനെ പുറത്തേക്ക് വിളിപ്പിച്ചു, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിപ്പിച്ചില്ല. ചോദിച്ചു, എന്റെ പൊന്നു കൊച്ചേ, ഇന്നലെ കണ്ട മുഖമല്ലോ ഇത് എവിടുന്നായി ചിരിയും വെളിച്ചമൊക്കെ വന്നേ എന്ന് ചോദിച്ചു. ഇന്നലത്തെ കൗൺസിലിങ്ങിനെ കുറിച്ച് നീ ഒന്നും പറയരുത്, അതെന്നെ ഓർപ്പിക്കരുത്, എനിക്ക് ഓർക്കാൻ വയ്യ, വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. അപ്പൊ ഈ പെൺകൊച്ച് 17 വയസ്സുകാരിക്ക് ചേരാത്ത പക്വതയോടെ എന്നോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദറെ, ഇന്നലത്തെ കൗൺസിലിംഗ് തന്നെയാണ് കാര്യം. ഇന്നലത്തെ കൗൺസിലിംഗോ? കൊച്ചിന്റെ മറുപടി, ആദ്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഒരാളിരുന്ന് കേട്ടു തരുന്നത്. ആദ്യമായിട്ടാണ് എന്റെ സങ്കടം കേട്ടിട്ട് ഒരാൾ എന്റെ കൂടെ ഇരുന്ന് കരയുന്നത്. എനിക്ക് അത്രയൊക്കെ മതിയായിരുന്നുവെന്ന്. പെട്ടെന്ന് എനിക്ക് തോന്നിയ ചിന്ത, ഇതിന്റെ വീട്ടിൽ ഇതിന്റെ അപ്പന് ഇതിന്റെ അമ്മയ്ക്ക് എന്താ പണി? ഇത്തിരി പോന്ന ഈ കൊച്ചിന്റെ സങ്കടങ്ങൾക്ക് കാതോർക്കാൻ കഴിയാത്ത വിധം എന്ത് തിരക്കാണ് ഇതിന്റെ അപ്പന് അമ്മയ്ക്കുള്ളത്. സ്പെൻഡ് ടൈം അറ്റ് യുവർ ഫാമിലീസ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമയം ചെലവഴിക്കുക. കുടുംബത്തോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. കുടുംബത്തിന് മുകളിൽ മറ്റൊരു സൗഹൃദത്തെ, കുടുംബത്തിന് മുകളിൽ മറ്റൊരു ബന്ധത്തെ പ്രതിഷ്ഠിക്കരുത്. ഒടയ തമ്പുരാനും കുടുംബവും അവിടുന്നാണ് ആരംഭം, അതാണ് അടിസ്ഥാനം എന്ന് എപ്പോഴും ഓർത്തേക്കണേ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത്, തിരുക്കുടുംബ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുക്കുടുംബത്തെയും സ്ത്രീത്വത്തെയും ഒക്കെ ഉദാത്ത മാതൃകകളായി മുകളിൽ വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കുടുംബ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുകയായിരുന്നു.
ദാമ്പത്യ ജീവിതത്തിന്റെ ഉദ്ദേശം 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇത് മറക്കരുത്. എന്തൊക്കെ 2 കാര്യങ്ങൾ ദാമ്പത്യ ജീവിത ഉദ്ദേശം? സ്നേഹം പകരാനും ജീവൻ പകരാനും. പരസ്പരം സ്നേഹിക്കുക. 2, ആ സ്നേഹ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക? ജീവൻ കൊടുക്കുക. മക്കളെ ദൈവത്തിനായി വളർത്തുക. ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.